സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് ചെയ്തിരുന്നത്. അതിനുശേഷം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. പലരും കരുതിക്കാണ് ഇയാൾ നിർത്തിപ്പോയോ എന്ന്. അങ്ങനെ നിർത്താനൊന്നും പോകുന്നില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പോലൊക്കെ കാര്യങ്ങൾ നടന്നാലോ അല്ലേ? നമുക്കെല്ലാവർക്കും പ്രതീക്ഷയാണ് വേണ്ടത്. പ്രതീക്ഷിച്ചാൽ മാത്രമേ, നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ ഏതൊരു കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ മുമ്പ് ചെയ്ത 1-2 വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഒപ്റ്റിമിസം. പലരും പെസിമിസ്റ്റ് ആണ്. പെസിമിസ്റ്റും ഒപ്റ്റിമിസ്റ്റും 2 വിഭാഗമാണ് ആളുകൾ. ഒരു വിഭാഗം ആളുകൾക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാവും. ഏതൊരു കാര്യത്തിലും അവർ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും. ശുഭകരമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും വന്നു ചേരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നമുക്കെല്ലാവർക്കും വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നമ്മളെപ്പോഴും എൻ്റെ കാര്യം കട്ടപ്പോകയാണ്, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ വളരെ മോശം കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ, എനിക്കതൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല, എനിക്കത് കഴിയില്ല, എനിക്കിത് കഴിയില്ല, അങ്ങനെ പറയുന്ന ആളുകളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരുമായി കൂട്ടുകൂടാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളും അത്തരത്തിൽ ചിന്തിച്ചു പോകും. ഒരിക്കൽ ഞാനൊരു സംഭവം പറയാം. നമ്മൾ കുറേ വർഷം പഴക്കമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ച് പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു മുഅല്ലിമും കൂടിയാണ്, അദ്ദേഹവുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു നല്ല ഒരു കാറ്, നല്ല കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓഡി പോലെയുള്ള, അല്ലെങ്കിൽ BMW പോലെയുള്ള, ബെൻസ് പോലെയുള്ള കാറുകളൊക്കെ പോകുമ്പോൾ നമ്മളൊന്ന് നോക്കും. സ്വാഭാവികമാണ്, അത് ലക്ഷറി കാറാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മളൊന്ന് നോക്കും. അപ്പോൾ ഗൾഫിൽ പോയതിന് ശേഷമാണ് ലക്ഷറി കാറുകളൊക്കെ, അതിലും മുന്തിയ ലക്ഷറി കാറുകളൊക്കെ ഉണ്ട് എന്നും ഇതൊന്നും നാട്ടിൽ കാണുന്ന കാറുകളൊന്നും ഒന്നുമല്ല എന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത്. എങ്കിലും ഗൾഫിലൊക്കെ പോകുന്നതിന് മുമ്പാണ് ഈ സംഭവം. അങ്ങനെ അദ്ദേഹവുമായി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ യാദൃശ്ചികമായ ഒരു വാഹനം വളരെ വേഗത്തിൽ കടന്നുപോയി. ഞങ്ങൾ രണ്ടുപേരും ആ വാഹനത്തെ നോക്കി. വാഹനം ഓഡിയോ അതോ BMW അതോ കാറാണ്. അപ്പോൾ എന്നാണ് നമുക്കൊക്കെ ഇത്തരത്തിലുള്ള കാറുകളിൽ സഞ്ചരിക്കാൻ സാധിക്കുക എന്ന് ആ സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാണ്, ഒരിക്കലും നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നമ്മൾ ആശ മുറിയാൻ പാടില്ല. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമ്മളെപ്പോഴും ശുഭാപ്തി വിശ്വാസം ഉള്ളവരായിരിക്കണം. അതിപ്പം മുസ്ലിങ്ങളാവണമെന്നൊന്നുമില്ല, ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ആരായാലും ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ യൂട്യൂബ് പരമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെന്താ ഇദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്? യൂട്യൂബും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് ഒരു സംരംഭമായി കാണണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പണം ചെലവാക്കി ഒരു കട തുടങ്ങി. ആ കട നേരത്തും കാലത്തും തുറക്കുകയും അതിലെ
കാര്യങ്ങളൊക്കെ വേണ്ട വിധം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. നേരെ മറിച്ച് ഒരു ശ്രദ്ധയുമില്ലാതെ തോന്നുമ്പോഴൊക്കെ തുറക്കുക, തോന്നുമ്പോൾ അടക്കുക, അങ്ങനെ ഒരു കൃത്യനിഷ്ഠത ഇല്ലാതെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് എപ്പോൾ പൂട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പം അത്തരത്തിലാവാതെ നമ്മൾ അതിനെ കൃത്യനിഷ്ഠതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും അത് വിജയിക്കും. അപ്പോൾ കൺസിസ്റ്റൻസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ യൂട്യൂബിൻ്റെ വിജയത്തിനും നമ്മുടെ വ്യക്തിഗതമായ ഒരു സംരംഭം വിജയിക്കുന്നതിനും കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ കൃത്യനിഷ്ഠതയും. കൃത്യനിഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യവും കൃത്യനിഷ്ഠമായി ചെയ്തുകൊണ്ടിരിക്കുക എങ്കിൽ മാത്രമേ ഏതൊരു സംരംഭവും വിജയിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് യൂട്യൂബ് ഒരു സംരംഭമായി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതുകൊണ്ട് വളരെ നേട്ടമുണ്ടാക്കിയവരുണ്ട്, നിരവധി നേട്ടം കൊയ്തവരുണ്ട്. എല്ലാത്തിലും വിജയിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് അതിൽ സാധിക്കില്ല. വിജയം ചിലപ്പോൾ നമ്മുടെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലായിരിക്കും നമ്മുടെ വിജയം കിടക്കുന്നത്. ചിലപ്പോൾ നമ്മളെ വിജയം കിടക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. നമ്മൾ വിജയിക്കാൻ പോകുന്ന നിമിഷത്തിലായിരിക്കും നമ്മൾ പിൻവാങ്ങുന്നത്. അത്തരത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. നമ്മൾ ആരും പെട്ടെന്ന് ഇട്ടെറിഞ്ഞു പോകാതെ വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ കാരണം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഈ വീഡിയോ ഇടുന്ന പരിപാടി അല്ലെങ്കിൽ യൂട്യൂബ് പരിപാടി നിർത്തിപ്പോകണം എന്ന് വിചാരിച്ചതാണ്, അപ്പോഴാണ് എൻ്റെ ഒരു വീഡിയോ കയറി വന്നത്, അങ്ങനെ ഞാൻ തുടർന്നു, ഞാനിതാ വിജയിച്ചിരിക്കുന്നു. വിജയിക്കുക എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, വിജയിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ലഭിക്കുക എന്നുള്ളതാണ്. ജീവിത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പൈസ കിട്ടൽ മാത്രമല്ല. എന്നാൽ പൈസ ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് നമ്മുടെ പോക്കറ്റിൽ കാശില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ മനസ്സിലാകും നമുക്ക് സമൂഹത്തിലും എന്നല്ല കുടുംബത്തിലും ഒരു വിലയും നിലയും ഇല്ലാത്ത അവസ്ഥയായി മാറും. കാരണം എന്താണ്? മണി എന്ന് പറയുന്ന, പണം എന്ന് പറയുന്നതിന് വല്ലാത്ത പവറാണുള്ളത്. അത് എങ്ങനെയുണ്ടായ പവറാണ്? ക്രയവിക്രയങ്ങൾ ചെയ്യാനുള്ള ശേഷിയാണ് നമുക്ക് പണം കൈവരിക്കുന്നതിലൂടെ, പണം കയ്യിൽ വരുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നത്. ക്രയവിക്രയങ്ങൾ ഇന്ന് പല കാര്യങ്ങൾ, പല സാധന സേവനങ്ങൾ ലഭിക്കുന്നതിന് നമുക്ക് ആവശ്യമാണ്. ക്രയവിക്രയങ്ങൾ നടത്തുന്നതിന് പണം അത്യാവശ്യമാണ്. നമുക്ക് നല്ല ചികിത്സ ലഭിക്കണം എങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ ആയിരിക്കും അവർ പരിശോധിക്കുന്നുണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുമ്പോൾ അവർ ആ പൈസ വാങ്ങിയതിനുള്ള ഒരു ഇത് കാണിക്കും. എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഒരുപോലെയല്ല. അവിടെയും ആത്മാർത്ഥമായി ജോലിയെടുക്കുന്നവരും എല്ലാവരെയും തുല്യമായ കണ്ണുകൊണ്ട് കാണുന്നവരും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ ഒക്കില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏതൊരു കാര്യവും നേടിയെടുക്കുന്നതിന് പണം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, യൂട്യൂബ് ഒരു സംരംഭം പോലെയാണ്. അപ്പോൾ ഇതിൽ നിന്നും വരുമാനവും ലഭിക്കും. അതിന് നമ്മൾ അർപ്പണബോധത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പലരും അർപ്പണബോധത്തോടു കൂടി മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. ചിലരുടെ വീഡിയോകളൊക്കെ, 1-2 വീഡിയോകളൊക്കെ വൈറലായി, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ വൈറലായി, അവർ പിന്നെ ആ ഫെയിം ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിലൂടെയും വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ഒരു നീഷില്ല എങ്കിൽ, ഒരു പാഷൻ ഇല്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ആ ഫെയിം കുറച്ചു കാലം കഴിഞ്ഞാൽ അത് അവസാനിക്കും.
അപ്പോൾ ഫെയിം എന്ന് പറയുന്നതൊക്കെ ചിലപ്പോൾ താൽക്കാലികമാണ്. പക്ഷേ ആ കൺസിസ്റ്റൻസി നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലും കീപ്പ് ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം. മനസ്സിലായി? അപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം, അതുപോലെ തന്നെ വീഡിയോയുടെ ലെങ്ത്ത്, വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസങ്ങൾ, അതൊക്കെ കൺസിസ്റ്റൻസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളും ജനഹൃദയങ്ങളിൽ ചേക്കേറാൻ സാധിക്കും. ജനഹൃദയങ്ങളിൽ ചേക്കേറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയമുള്ളൂ. നമ്മളെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അത് പകർത്താനും ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്ത് നല്ല ഉയരങ്ങളിൽ എത്താൻ ശ്രമിക്കുക. ഒരിക്കലും ഇടക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോകാതെ വിജയത്തിനായി മുന്നേറിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നതോടൊപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് നിർബന്ധമായും ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.